ഹലോ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യല് പൈനാപ്പിൾ ജാമാണ് കേട്ടാ. അപ്പൊ നമുക്ക് ജാം ഉണ്ടാക്കിയാലോ. അപ്പൊ എല്ലാവരും ഇവിടെ കമോൺ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പൈനാപ്പിൾ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഇനി ആ പീസുകളൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് പൈനാപ്പിൾ നന്നായി അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്തിട്ട് അതിനെ നന്നായി അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ചാറ് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ആ ചാറെടുത്തിട്ട് നമ്മുടെ ഉരുളി നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായി തള വരുമ്പോഴായിട്ട് നമ്മളേക്ക് മധുരം ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ആദ്യം ഇട്ടത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു 1/2 ഗ്ലാസ് കൂടെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചെറുനാരങ്ങ നീരാണ് കേട്ടോ. ചെറുനാരങ്ങ നീര് ഒരു 1/2 കഷ്ണം എടുത്തിട്ട് നന്നായി പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ഫുള്ള് പിഴിയണമെന്നില്ല, കുറച്ച് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അതിങ്ങനെ നന്നായി തിളച്ച് വരുന്തോറും നമുക്കതിനെ കാണാൻ പറ്റൂട്ടെ ഇങ്ങനെ കുറുകി വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. അത് ആ കുപ്പിയുടെ ഒരു കാർക്ക് തന്നെ ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ ഒരുവിധം ആയി കഴിയുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ തെറിക്കുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ. എങ്ങനെയാണ് അത് കറക്റ്റ് സെറ്റായെന്ന് അറിയാൻ പറ്റുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി നമ്മൾ ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഇളകി പോവാതെ അതിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജാമ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ജാമൊക്കെ സെറ്റായി. ഇതാണ് നമ്മുടെ ജാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചാൽ നമ്മൾ കളറുകളൊന്നും ചേർക്കാത്ത കാരണം കൊണ്ട് ഇതിൻ്റെ കളർ എങ്ങനെ ഇരിക്കണം കേട്ടോ. നമുക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തപ്പോൾ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ജാമ് സെറ്റ് ആയിട്ടാണ്. നമുക്കിത് കഴിച്ചു നോക്കാട്ടാ. എങ്ങനെയാ നോക്കാം. ഹോം മെയ്ഡ് ജാം. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ പൈനാപ്പിൾ കൊണ്ടുവരുമ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. അപ്പോൾ ഓക്കെ, ബൈ.